പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത്. നവംബർ 15-ാം തീയതി മുതൽ ഡിസംബർ 15 വരെ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കായി നടത്തുന്ന സ്പെഷ്യൽ ക്യാമ്പയിനെ കുറിച്ചും പുതിയ സ്മാർട്ട് റേഷൻ കാർഡ് വിതരണത്തെക്കുറിച്ചും റേഷൻ കടകളിലൂടെ സബ്സിഡി നിരക്കിൽ പലവ്യഞ്ജന സാധനങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ആദ്യം തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. നിലവിലെ റേഷൻ കാർഡിലെ തെറ്റുതിരുത്തുവാനും ആവശ്യമായ മാറ്റങ്ങൾക്കുമായി നവംബർ 15 മുതൽ ഡിസംബർ 15-ാം തീയതി വരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തുവാൻ തീരുമാനിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. പിശകുകൾ തിരുത്തുന്നതിനോടൊപ്പം പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനുമുള്ള ഈ ക്യാമ്പയിന് തെളിമ പദ്ധതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 2017 റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വന്ന പിശകുകൾ തിരുത്തുന്നതിനായാണ് തെളിമ പദ്ധതി നടപ്പാക്കുന്നത്. റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയവയിലെ പിശകുകൾ, LPG കണക്ഷൻ, വൈദ്യുതി എന്നിവയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവയും കൂടാതെ ഏറ്റവും പുതിയ വിവരങ്ങളുടെ ഉൾപ്പെടുത്തൽ തുടങ്ങിയവ ഈ പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കും. നവംബർ 15-ാം തീയതി മുതൽ ഡിസംബർ 15-ാം തീയതി വരെയാണ് ഈ ക്യാമ്പയിൻ. എല്ലാ വർഷവും നവംബർ 15-ാം തീയതി മുതൽ 1 മാസക്കാലം ഈ ക്യാമ്പയിൻ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. 2022 ഏപ്രിൽ മാസത്തോടെ എല്ലാ റേഷൻ കാർഡുകളും യഥാർത്ഥ സ്മാർട്ട് റേഷൻ കാർഡ് ആക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്മാർട്ട് കാർഡിലേക്ക് പോകുമ്പോൾ കാർഡിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാനും തെളിമ പദ്ധതിയിലൂടെ സാധിക്കും. റേഷൻ കാർഡുകൾ ശുദ്ധീകരിക്കുക എന്നതിന്റെ ആവശ്യകത കാർഡുടമകളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ ഭക്ഷ്യവകുപ്പ് സംഘടിപ്പിക്കും. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ക്യാമ്പയിനിലൂടെ റേഷൻ കാർഡുകളുടെ പരിവർത്തനം, അതായത് APL കാർഡ് BPL കാർഡ് ആക്കുക തുടങ്ങിയവ കൂടാതെ റേഷൻ കാർഡിലെ വരുമാനം, വീടിന്റെ വിസ്തീർണം, വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകൾ ഈ പദ്ധതി പ്രകാരം സ്വീകരിക്കില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, സമീപ പ്രദേശങ്ങളിൽ മാവേലി സ്റ്റോറുകൾ നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്ത റേഷൻ കടകൾ വഴി മാത്രം മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ വിവിധ കാരണങ്ങളാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത 686 റേഷൻ കടകളെ സംബന്ധിച്ച പരാതി തീർപ്പാക്കുവാൻ ജില്ലകളിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും. സ്ഥിരമായി ലൈസൻസ് റദ്ദു ചെയ്യുന്ന സ്ഥലങ്ങളിൽ പുതിയ ലൈസൻസിയെ കണ്ടെത്തുവാൻ KTPDS പ്രകാരം സംവരണ തത്വം പാലിച്ച് വിജ്ഞാപനം നടത്തും. ഇതിന്റെ ആദ്യ അദാലത്ത് ശനിയാഴ്ച കോട്ടയത്ത് നടത്തുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നത് 2022 ജനുവരി 1 പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. വരും നാളുകളിൽ സർക്കാർ സബ്സിഡിയോടെ റേഷൻ വിഹിതങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാവുന്നതാണ്. അനർഹരായവർ റേഷൻ വാങ്ങുന്നത് തടയുവാനും റേഷൻ വിഹിതങ്ങളുടെ വെട്ടിപ്പ് തടയുവാനുമൊക്കെ സഹായകമാകുന്ന ഒരു പ്രക്രിയയാണിത്. അനർഹരായവർ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകണമെന്ന സർക്കാർ ആഹ്വാനത്തെ തുടർന്ന് 1,59,122 മുൻഗണനാ റേഷൻ കാർഡുകൾ തിരികെ ലഭിച്ചിട്ടുണ്ട്. ഇവ അനർഹരായ BPL കാർഡ് അപേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഈയിടെയുണ്ടായ മഴക്കെടുതിയിൽ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് ഉടൻ പുതിയ കാർഡ് വിതരണം ചെയ്യുന്നതായിരിക്കും. കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, മണിമല എന്നിവിടങ്ങളിൽ ശനിയാഴ്ച മന്ത്രി വിതരണം ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.